നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാർഷിക വിളകളും അവയുടെ വിവിധ ഇനങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. മിക്കപ്പോഴും PSC പരീക്ഷകളിൽ നമ്മളെന്താ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ, കാർഷിക വിളകളും അവയുടെ ഇനങ്ങളും ഏതൊക്കെയാണെന്ന് ചോദിച്ച് കാണാറുള്ളതാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം. നെല്ല്. ആദ്യം നമ്മൾ നെല്ലിൻ്റെ ഇനങ്ങളാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെല്ലിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ലിൻ്റെ ഇനങ്ങളാണ് ഉമ, ഏഴോ, പൊക്കാളി, JR8, ജാസ്മിൻ, ജ്യോതി, പൊന്നി, ബസുമതി, കൈമ, പവിഴം, അന്നപൂർണ, അരുണ, ആരതി, തവളക്കണ്ണൻ, ഗന്ധകശാല, ജീരകശാല, നവര അല്ലെങ്കിൽ ഞവര എന്ന് പറയും, പിന്നെ ടീൻറ്റുടി. ഇത്ര എന്താണ് നെല്ലിൻ്റെ ഇനങ്ങളാണ്. ഇത് കുറച്ചധികം പേരുകളുണ്ട്. നമുക്ക് ഓരോന്നും പഠിച്ച് തന്നെ പോവാം. നമ്മൾ ആദ്യം നെല്ലിൻ്റെ ഇനങ്ങളാണ് നോക്കുന്നത്. ഉമ പഠിച്ചു വെക്കുക. ഉമ ഒരു നെല്ലിൻ്റെ ഇനമാണ്. ഏഴോ, പൊക്കാളി, JR8, ജാസ്മിൻ, ജ്യോതി, പൊന്നി, ബസുമതി, കൈമ, പവിഴം, അന്നപൂർണ, അരുണ, ആരതി, തവളക്കണ്ണൻ, ഗന്ധകശാല, ജീരകശാല, ഞവര, ടീൻറ്റുടി. ഇത്ര എന്താണ് നെല്ലിൻ്റെ ഇനങ്ങളാണ്. ഇത്രയും പേരുകളുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയധികം റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. നെല്ലിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഉമ, കൂടുതലും സ്ത്രീകളുടെ പേരുകളാണല്ലേ. ഉമ, ഏഴോ, പൊക്കാളി, JR8, ജാസ്മിൻ, ജ്യോതി, പൊന്നി, ബസുമതി, കൈമ, പവിഴം, അന്നപൂർണ, അരുണ, ആരതി, തവളക്കണ്ണൻ, ഗന്ധകശാല, ജീരകശാല, ഞവര, ടീൻറ്റുടി. ഇതിൽ എന്തായാലും തവളക്കണ്ണൻ ഒരു നെല്ലിൻ്റെ ഇനമാണെന്ന് നമ്മൾ ഓർക്കും. ഇതിൽ കുറച്ച് വ്യത്യസ്തതയുള്ളത് അവിടാണ് അല്ലേ. തവളക്കണ്ണൻ നെല്ലിൻ്റെ ഇനമാണ്. പിന്നെ നമ്മൾ ഗന്ധകശാല അരി, ജീരകശാല അരി എന്നൊക്കെ, അതുപോലെ കൈമ റൈസ് എന്നൊക്കെ നമ്മൾ ആ പേരുകളെങ്കിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? അതും നെല്ലിൻ്റെ ഇനങ്ങളാണ്. എന്ത്? ഗന്ധകശാല, ജീരകശാല, കൈമ. അത് കഴിഞ്ഞിട്ട് തവളക്കണ്ണൻ നമ്മൾ ഓർത്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മളെന്താ JR8ഉം ടീൻറ്റുടിയും ഓർത്ത് വെക്കുക. എന്താണ്? JR8, ടീൻറ്റുടി. അത് കഴിഞ്ഞിട്ട് ഞവര, പൊക്കാളി. ഞവര, പൊക്കാളി. ഉമ, ഏഴോ, പൊക്കാളി, JR8, ജാസ്മിൻ, ജ്യോതി, പൊന്നി, ബസുമതി, കൈമ, പവിഴം, അന്നപൂർണ, അരുണ, ആരതി, തവളക്കണ്ണൻ, ഗന്ധകശാല, ജീരകശാല, ഞവര, ടീൻറ്റുടി. ഇത്രയാണ് നെല്ലിൻ്റെ ഇനങ്ങൾ. നമുക്കിനി തെങ്ങിലേക്ക് വരാം. തെങ്ങിൻ്റെ വിവിധ ഇനങ്ങൾ നോക്കാം. കുറ്റ്യാടി, ചാവക്കാടൻ, പച്ച, മലയൻ പച്ച, നെടിയ നാടൻ, ഗംഗാബോണ്ടം, മലയൻ മഞ്ഞ, മലയൻ ഓറഞ്ച്, കേരഗംഗ, കേരശങ്കര, അനന്തഗംഗ, ചന്ദ്രശങ്കര. ഇത്ര എന്താണ് തെങ്ങിൻ്റെ വിവിധ ഇനങ്ങളാണ്. ഏതൊക്കെയാണ്? കുറ്റ്യാടി, ചാവക്കാടൻ പച്ച, മലയൻ പച്ച. ചാവക്കാടൻ പച്ച, മലയൻ പച്ച, അതൊന്ന് ഒന്നിച്ച് പഠിച്ചോളൂ. ചാവക്കാടൻ പച്ച തെങ്ങാണ്, മലയൻ പച്ച തെങ്ങാണ്. കുറ്റ്യാടി, നെടിയ നാടൻ, ഗംഗാബോണ്ടം. മലയൻ മഞ്ഞയുമുണ്ട്, മലയൻ ഓറഞ്ചും ഉണ്ട്. ചാവക്കാടൻ പച്ചയുണ്ട്, മലയൻ പച്ചയുണ്ട്. ആ മലയൻ പച്ചയിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകണം? മലയൻ മഞ്ഞയുമുണ്ട്, മലയൻ ഓറഞ്ചും ഉണ്ട്. പിന്നെ കേരഗംഗയുണ്ട്. കേര കേൾക്കുമ്പോൾ തന്നെ അറിയാം തെങ്ങിൻ്റെയാണ്. കേരശങ്കരയുണ്ട്. അത് കേൾക്കുമ്പോഴും അറിയാം എന്താണ്? തെങ്ങിൻ്റെയാണ്. പിന്നീട് അനന്തഗംഗ, ചന്ദ്രശങ്കര. അപ്പോൾ തെങ്ങിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? കുറ്റ്യാടി, ചാവക്കാടൻ പച്ച, മലയൻ പച്ച, നെടിയ നാടൻ, ഗംഗാബോണ്ടം, മലയൻ മഞ്ഞ, മലയൻ ഓറഞ്ച്, കേരഗംഗ, കേരശങ്കര, അനന്തഗംഗ, ചന്ദ്രശങ്കര. ഇനി കവുങ്ങിൻ്റെ ഇനങ്ങൾ നോക്കിയാലോ നമുക്ക്. കവുങ്ങിൻ്റെ വിവിധ ഇനങ്ങളാണ് മംഗള, സുമംഗള, ശ്രീമംഗള, പിന്നെ മോഹിത് നഗർ. അപ്പോൾ മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ. കവുങ്ങിൻ്റെ ഇനങ്ങളാണ് മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ. ഇനി ചീരയുടെ ഇനങ്ങൾ നോക്കിയാലോ നമുക്ക്. അരുൺ, കണ്ണാറ ലോക്കൽ, മോഹിനി, കൃഷ്ണശ്രീ, രേണുശ്രീ. ഇതൊക്കെയാണ് എന്തിൻ്റെ? ചീരയുടെ ഇനങ്ങൾ. ചീരയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? അരുൺ, കണ്ണാറ ലോക്കൽ, മോഹിനി,
കൃഷ്ണശ്രീ, രേണുശ്രീ. മാങ്ങയുടേതോ? മാങ്ങ കുറച്ചുകൂടെ എന്താ നമുക്ക് സുപരിചിതമായിരിക്കും. അൽഫോൺസോ, കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, കുറ്റ്യാട്ടൂർ, നീലം, സിന്ദൂർ. ഏതൊക്കെയാണ് മാങ്ങയുടേത്? അൽഫോൺസോ, കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, കുറ്റ്യാട്ടൂർ, നീലം, സിന്ദൂർ. ഇതൊക്കെ ഏതാണ്? മാങ്ങയുടെ വിവിധ ഇനങ്ങളാണ്. ഇനി നമുക്ക് വെണ്ടയുടെ ഇനങ്ങൾ നോക്കിയാലോ. അർക്ക, അനാമിക, പൂസ, സവാനി, സുസ്ഥിര. ഏതൊക്കെയാണ്? അർക്ക, അനാമിക, പൂസ, സവാനി, സുസ്ഥിര. അപ്പോൾ ഏതൊക്കെയാണ് വെണ്ടയുടെ ഇനങ്ങൾ? അർക്ക, അനാമിക, പൂസ, സവാനി, സുസ്ഥിര. ഇത്ര എന്താണ് വെണ്ടയുടെ ഇനങ്ങളാണ്. ഇനി നമുക്ക് പയറിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. പയറിൻ്റെ ഇനങ്ങളാണ് ലോല, വൈജയന്തി, മാലിക, ശാരിക, ഫിലിപ്പീൻസ്, പൂസ ബർസാന്തി, അർക്ക ഗരിമ, പൂസ കോമൾ, കാർക്കൂന്തൽ. ഇതൊക്കെ ഒരു വള്ളിപ്പയർ ഇനമാണ് കേട്ടോ, ഈ കാർക്കൂന്തൽ എന്ന് പറയുന്നതൊക്കെ. കനകമണി, ഭാഗ്യലക്ഷ്മി. കനകമണിയും ഭാഗ്യലക്ഷ്മിയും കുറ്റിപ്പയറാണ്. കനകമണിയും ഭാഗ്യലക്ഷ്മിയും. കൃഷ്ണമണി, ശുഭ്ര. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും മണിപ്പയറാണ്. ഇതിൽ ലോല, വൈജയന്തി, മാലിക, ശാരിക, ഫിലിപ്പീൻസ്, പൂസ ബർസാത്തി, അർക്ക ഗരിമ, പൂസ കോമൾ, കാർക്കൂന്തൽ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വള്ളിപ്പയറാണ്. കനകമണിയും ഭാഗ്യലക്ഷ്മിയും കുറ്റിപ്പയറാണ്. കനകമണി, ഭാഗ്യലക്ഷ്മി രണ്ടും എന്താണ്? കനകമണിയും ഭാഗ്യലക്ഷ്മിയും കുറ്റിപ്പയറാണ്. കൃഷ്ണമണിയും ശുഭ്രയും എന്താണ്? രണ്ടും മണിപ്പയറാണ്. ലോല, വൈജയന്തി, മാലിക, ശാരിക, ഫിലിപ്പീൻസ്, പൂസ ബർസാത്തി, അർക്ക ഗരിമ, പൂസ കോമൾ, കാർക്കൂന്തൽ വള്ളിപ്പയർ ഇനങ്ങളാണ്. കനകമണി, ഭാഗ്യലക്ഷ്മി കുറ്റിപ്പയർ ഇനങ്ങളാണ്. അതുപോലെ കൃഷ്ണമണി, ശുഭ്ര എന്താണ്? ഇത് രണ്ടും മണിപ്പയർ ഇനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ കാർഷിക വിളകളും അവയുടെ വിവിധ ഇനങ്ങളും ഒരാവർത്തി കൂടി നോക്കാം. കാരണം പേരുകൾ ഒരുപാടുള്ളതുകൊണ്ട് എല്ലാവർക്കും മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നെല്ലിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഉമ, ഏഴോം, പൊക്കാളി, അയ്യാറെട്ട്, ജാസ്മിൻ, ജ്യോതി, പൊന്നി, ബസുമതി, കൈമ, പവിഴം, അന്നപൂർണ, അരുണ, ആരതി, തവളക്കണ്ണൻ, ഗന്ധകശാല, ജീരകശാല, ഞവര, ടീൻറ്റുടി. തെങ്ങിൻ്റെ ഇനങ്ങളാണ് ഏതൊക്കെ? കുറ്റ്യാടി, ചാവക്കാടൻ പച്ച, മലയൻ പച്ച, നെടിയനാടൻ, ഗംഗാബോണ്ടം, മലയൻ മഞ്ഞ, മലയൻ ഓറഞ്ച്, കേരഗംഗ, കേരശങ്കര, അനന്തഗംഗ, ചന്ദ്രശങ്കര. കവുങ്ങിൻ്റെ ഇനങ്ങളാണ് മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ. മാങ്ങയുടെയോ? അൽഫോൺസോ, കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, കുറ്റ്യാട്ടൂർ, നീലം, സിന്ദൂർ. ചീരയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ചീരയുടെ ഇനങ്ങളാണ് അരുൺ, കണ്ണാറ ലോക്കൽ, മോഹിനി, കൃഷ്ണശ്രീ, രേണുശ്രീ. വെണ്ടയുടെ ഇനങ്ങൾ ഏതൊക്കെയാ? അർക്ക, അനാമിക, പൂസ സവാനി, സുസ്ഥിര. പയറിൻ്റെ ഇനങ്ങൾ അതിൽ വള്ളിപ്പയർ ഇനത്തിൽപ്പെടുന്നതാണ് ലോല, വൈജയന്തി, മാലിക, ശാരിക, ഫിലിപ്പീൻസ്, പൂസ ബർസാത്തി, അർക്ക ഗരിമ, പൂസ കോമൾ, കാർക്കൂന്തൽ എന്നിവ. കനകമണിയും ഭാഗ്യലക്ഷ്മിയും കുറ്റിപ്പയർ ഇനത്തിലും കൃഷ്ണമണിയും ശുഭ്രയും എന്താണ്? മണിപ്പയർ ഇനത്തിലും പെടുന്ന പയറുകളാണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ?